നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. സംസ്ഥാനത്ത് ഇന്ന് 16 പേർക്കാണ് കൊറോണ സ്ഥിരീകരിച്ചത്. 7 പേർ വിദേശത്തു നിന്ന് വന്നവരാണ്. ഇതിന് സമാനമായി ഇന്നലെയും സംസ്ഥാനത്ത് 26 പേർക്കാണ് കൊറോണ സ്ഥിരീകരിച്ചത്. ഇതിൽ 7 പേരും വിദേശത്തു നിന്ന് വന്നവരാണ്. ഇന്ന് വരെയുള്ള കണക്കുകൾ അനുസരിച്ച് 576 കേസുകളിൽ വിദേശത്തു നിന്ന് വന്ന 311 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. ഇതിനു പുറമെ 8 പേർ വിദേശികളുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ 70 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. സമ്പർക്കത്തിലൂടെ 187 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. സംസ്ഥാനത്തെ കേസുകളുടെ എണ്ണം വർദ്ധിക്കുന്നത് ആശങ്കയുണ്ടാക്കിയെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. സമ്പർക്കത്തിലൂടെ രോഗം പടരാനുള്ള സാധ്യത മുന്നിലുണ്ട്. അതിനാൽ കരുതൽ വർദ്ധിപ്പിക്കണം, സുരക്ഷിതമായ ശാരീരിക അകലം പാലിക്കണം, മറ്റു സുരക്ഷാ ക്രമീകരണങ്ങളും പാലിക്കണമെന്നുമാണ് മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞത്. അതോടൊപ്പം തന്നെ പ്രവാസി ലോകത്ത് നിന്ന് നാട്ടിലെത്താനായി ഇനിയും പ്രവാസികൾ കാത്തു നിൽക്കുകയാണ്. ഇത്തരം സാഹചര്യങ്ങൾ കൂടുതൽ കേസുകൾ വർദ്ധിപ്പിക്കുന്നതിന് ഇടയാക്കും. ആയതിനാൽ തന്നെ ക്വാറന്റൈനിൽ കഴിയുന്നവർ പുറത്തിറങ്ങരുത്. നിർദ്ദേശം ലംഘിക്കുന്നവരെ കണ്ടെത്താനായി എല്ലാ ജില്ലകളിലും മോട്ടോർ സൈക്കിൾ ബ്രിഗേഡ് സംവിധാനം ഏർപ്പെടുത്തുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. നിരീക്ഷണത്തിൽ കഴിയുന്നവരുടെ വീടുകളും സമീപത്തും പോലീസുകാർ ബൈക്കിൽ പെട്രോളിംഗ് നടത്തും. അതോടൊപ്പം തന്നെ വീടുകളിൽ ക്വാറന്റൈനിൽ കഴിയുന്നവർ നിർദ്ദേശം ലംഘിച്ചതിന് സംസ്ഥാനത്ത് 65 കേസാണ് രജിസ്റ്റർ ചെയ്തത്. തിരുവനന്തപുരത്ത് മാത്രം 53 കേസാണ് രജിസ്റ്റർ ചെയ്തത്. കാസർഗോഡ് 11. അതിർത്തിയിലും ചെക്ക് പോസ്റ്റിലും പോലീസുകാരെ അധികമായി നിയോഗിച്ചു. അതോടൊപ്പം തന്നെ 4 വിമാനത്താവളങ്ങളിലെ വിദേശത്ത് നിന്ന് 17 വിമാനങ്ങൾ വന്നു. കൊച്ചി തുറമുഖത്ത് 3 കപ്പലും എത്തി. 3732 പേർ വിദേശങ്ങളിൽ നിന്നെത്തി. കേരളത്തിൽ നിന്ന് 33,000 അതിഥി തൊഴിലാളികളുമായി 29 ട്രെയിനുകൾ കടന്നുപോയി. കപ്പലുകളിൽ ആളുകൾ കൂട്ടത്തോടെ എത്തുകയും ചെയ്തു. അവരിൽ 3 പേർക്ക് തമിഴ്നാട്ടിൽ രോഗബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ സഹയാത്രക്കാർക്ക് പ്രത്യേക പരിശോധന നടത്തുമെന്നും മുഖ്യമന്ത്രി പറയുകയുണ്ടായി. ഇതോടൊപ്പം തന്നെ വിമാനമാർഗം വഴി എത്തുന്ന പ്രവാസികളെയും കൂടുതൽ ജാഗ്രത പുലർത്തണമെന്നും പ്രത്യേകം ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.